Good morning, everyone. Today we will do some problems on the analysis of single and connected bodies. We'll go to the first question. A body resting on a rough horizontal plane required a pull of 180 Newton inclined at 30 degree to the plane just to move it. It is found that a push of 220 Newton inclined at 30 degree to the plane just moved the body. Determine the weight of the body and the coefficient of friction. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ട് ഫിഗർ തന്നിട്ടില്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് ഫിഗർ വരയ്ക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിലൊക്കെ ചെയ്ത പ്രോബ്ലവും ഈ പ്രോബ്ലവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ മോഡ്യൂളിൽ നമ്മൾ പഠിച്ചതൊന്നും റഫ് സർഫസ് ആയിരുന്നില്ല, എല്ലാം സ്മൂത്ത് സിലിണ്ടർ, സ്മൂത്ത് സർഫസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ റഫ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഫ്രിക്ഷൻ ഉണ്ട്. ഇനി ഇൻ കേസ് അങ്ങനെ റഫ് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഫ്രിക്ഷനും കൺസിഡർ ചെയ്യണമെന്ന്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരു റഫ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഒരു ബോഡി ഇരിക്കുകയാണ്. ആ ബോഡിയിലൊരു ഫോഴ്സ്, ഒരു പുള്ളിംഗ് ഫോഴ്സ് കൊടുക്കുകയാണ് 180 ന്യൂട്ടൺ ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി ജസ്റ്റ് ടു മൂവ് ഇറ്റ്. അതിനെ മൂവ് ചെയ്യാൻ ആവശ്യമുള്ളൊരു ഫോഴ്സ് ആണ് 180 ന്യൂട്ടൺ ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി. ഇനി അതൊരു പുള്ളായിരുന്നു. ഇനി ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് എ പുഷ് ഓഫ് 220 ന്യൂട്ടൺ ഇൻക്ലൈൻഡ് as 30 ഡിഗ്രി ടു ദ പ്ലെയിൻ ജസ്റ്റ് മൂവ് ദ ബോഡി. ഇനി പുള്ള് കൊടുത്തപ്പോൾ നമ്മൾ 180 ന്യൂട്ടൺ കൊടുത്തപ്പോൾ അത് മൂവായി. നമ്മളൊരു പുഷ് അതിന് കൊടുക്കുവാണ്. പുഷ് കൊടുക്കുമ്പോൾ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പുഷാണ്. പുഷ് കൊടുക്കുമ്പോൾ 220 ന്യൂട്ടൺ കൊടുത്തപ്പോഴാണ് അത് ജസ്റ്റ് മൂവ് ആയത്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിൻ ദ വെയിറ്റ് ഓഫ് ദ ബോഡി ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഇപ്പോൾ രണ്ട് കണ്ടീഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഫസ്റ്റ് കണ്ടീഷനിൽ നമ്മളൊരു പുൾ അപ്ലൈ ചെയ്യുന്നു, സെക്കൻഡ് കണ്ടീഷനിൽ നമ്മളൊരു പുഷ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ വാല്യൂസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിക്ക് എന്തുമാത്രം വെയിറ്റ് ഉണ്ട്, അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ്റെ വാല്യൂവും കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നു. അപ്പോൾ ഈ തന്നേക്കുന്ന ഡേറ്റ വെച്ചിട്ട് നമുക്ക് ഓരോ കേസും അനലൈസ് ചെയ്യാം. ഫസ്റ്റ് വി വിൽ ടേക്ക് ദ ഫസ്റ്റ് കേസ്. ഫസ്റ്റ് കേസ് എന്തായിരുന്നു? നമ്മളൊരു പുള്ളാണ് കൊടുത്തത്. സോ ഇതാണ് റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ, അതിൻ്റെ മേളിൽ ബോഡി ഇരിക്കുന്നു. ബോഡിയിൽ നമ്മളൊരു പുള്ളാണ് അപ്ലൈ ചെയ്യുന്നത്. പുള്ള് ആകുമ്പോൾ ഏത് ഡയറക്ഷനിലാണ് ആരോ നോക്കിക്കേ, അതിൽ നിന്ന് എവേ ഫ്രം ദ ബോഡിയാണ്, അങ്ങോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ 180 ന്യൂട്ടണിൽ ഒരു പുള്ള് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള ബാക്കി എന്തൊക്കെ ഫോഴ്സസ് ആണുള്ളത്? അപ്പോൾ ഇത് ഈ ഡയറക്ഷനിലാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങോട്ടായിരിക്കും, അല്ലേ? ടുവേർഡ്സ് റൈറ്റ് ആണ് മൂവ്മെൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി ഡെവലപ്പ് ടുവേർഡ്സ് ദ ലെഫ്റ്റ്. ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ രണ്ട് കേസ് ഉള്ളതുകൊണ്ട് ഫസ്റ്റ് കേസിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ F1 എന്ന് വിളിക്കുന്നു. ഇനി ഇവിടെ വരുന്ന മറ്റ് രണ്ട് ഫോഴ്സസ് എന്തൊക്കെയാണ്? ഈ ബോഡിയുടെ വെയിറ്റായ W താഴോട്ട് ആക്ട് ചെയ്യുന്നു, ഈ സർഫസിൽ നിന്നുള്ള റിയാക്ഷൻ മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു. ഇത്രയുമാണ് ഇവിടെ വരുന്ന ഫോഴ്സസ്. ഓക്കെ, നൗ റിസോൾവിങ് ദ ഫോഴ്സസ് ഹൊറിസോണ്ടലി. ഇവിടെയുള്ള ഫോഴ്സസിനെ നമുക്ക് ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യാം. ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ പ്ലെയിനിന് പാരലലായിട്ടുള്ള സർഫസിലൂടെ അബൌട്ടായിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിവിടെ പാരലൽ ടു ദ പ്ലെയിൻ എന്ന് പ്രത്യേകം എഴുതിയേക്കുന്നതെന്ന് വെച്ചാൽ, പ്ലെയിൻ എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിരിക്കത്തില്ല, ചിലപ്പോൾ അത് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും വരുന്നത്. അന്നേരവും നമ്മൾ ആ പ്ലെയിനിന് പാരലായിട്ടായിരിക്കും റിസോൾവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ പ്രത്യേകിച്ച് പാരലൽ ടു ദ പ്ലെയിൻ എന്ന് പറഞ്ഞേക്കുന്നത്. സോ ഈ കേസിൽ ഈ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് റിസോൾവിങ് ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞാൽ മതിയാവും. ഇനി ഇവിടെ വരുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സസ് എന്തൊക്കെയാണ്? ഈ F1 എന്ന് പറയുന്നത് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്, അത് പ്യുവർലി ഹൊറിസോണ്ടൽ ആണ്, സോ മൈനസ് F1. ഇനി ഈ ഇൻക്ലൈൻ ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, അപ്പോൾ ഇത് ഈ ഡയറക്ഷനിലാണ്, സോ ടുവേർഡ്സ് റൈറ്റ് ആയിരിക്കും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വരുന്നത്. സോ പ്ലസ് 180 cos 30 is equal to 0. പിന്നെ അത് F1 മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് F1 ആസ് 155.9 ന്യൂട്ടൺ. നൗ റിസോൾവിങ് ദ ഫോഴ്സസ് വെർട്ടിക്കലി. വെർട്ടിക്കലി ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്? W ഉണ്ട്, R1 ഉണ്ട്, 180യുടെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്. ഇനി സൈൻ വെച്ചിട്ടൊന്ന് പറഞ്ഞേ. W താഴേക്കാണ്, സോ മൈനസ് W, R1 ടുവേർഡ്സ് അപ്പ്, സോ പ്ലസ് R1. 180യുടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് മുകളിലേക്കാണ്, സോ പ്ലസ് 180 സൈൻ 30 is equal to 0. ഇതിനകത്ത് വെയിറ്റ് നമുക്കറിയത്തില്ല, R1 അറിയത്തില്ല, സോ നമ്മളിതിനെ R1ൻ്റെ ടേംസിൽ എഴുതി വെക്കുന്നു. R1 is equal to ഈ W അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു, 180 sin 30 അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. സോ W മൈനസ് 180 sin 30 ഓർ R1 is equal to W മൈനസ് 180 ഇൻറ്റു സൈൻ 30 എന്ന് പറയുന്നത് 90 ആണ്. സോ R1 is equal to W മൈനസ് 90 എന്ന് നമുക്ക് കിട്ടി. പക്ഷെ നമുക്ക്
അറിയാം കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് F1/R1 ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ R1 is equal to F1/mu. സോ 155.9/mu എന്നതാണ് R1ൻ്റെ വാല്യൂ. നമ്മൾ R1നെ F1ൻ്റെ ടേംസിൽ കൊണ്ടുവരുന്നു. മ്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്ത് F1ൻ്റെ ടേംസിൽ കൊണ്ടുവരുന്നു. സോ 155.9/mu എന്നാണ് R1നുള്ള വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റുക. So 155.9/mu is equal to W minus 90. 155.9 is equal to mu into W minus 90. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് എന്തിനാണ്? നമുക്ക് മ്യൂവിൻ്റെ ടേംസിൽ കൊണ്ടുവരാൻ, മ്യൂവിൻ്റെയും ഡബ്ല്യുവിൻ്റെയും ടേംസിൽ കൊണ്ടുവരാൻ. കാരണം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് മ്യൂവും ഡബ്ല്യുവുമാണ്. സോ യു വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ ലൈക്ക് ദിസ്. ലെറ്റ് us call it ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ കേസ് 2 സെക്കൻഡ് കേസ് അനലൈസ് ചെയ്യുവാണ്. സെക്കൻഡ് കേസിൽ എന്താ സംഭവിച്ചേക്കുന്നത്? ആ ബോഡിയിൽ നമ്മളൊരു പുഷാണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഡയറക്ഷൻ നോക്കുക, ഇങ്ങോട്ടാണ് പുഷ് വരുന്നത്. സോ 220 ന്യൂട്ടൺ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ 30. ആ പുഷ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അവിടെ മൂവ്മെൻറ്റ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്, ബോഡിയുടെ മൂവ്മെൻറ്റ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. അതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ടുവേർഡ്സ് റൈറ്റ്. സെക്കൻഡ് കേസ് ആയതുകൊണ്ട് നമ്മളതിനെ F2 എന്ന് വിളിച്ചു. ബാക്കി ഇവിടെ വരുന്ന എന്തൊക്കെയാണ്? വെയിറ്റ് ഓഫ് ദ ബോഡി ആക്ടിങ് ഡൗൺവേർഡ്സ്, റിയാക്ഷൻ ഫ്രം ദ സർഫസ് R2. ഇത് സെക്കൻഡ് കേസിലെ റിയാക്ഷൻ ആയതുകൊണ്ടാണ് R2 എന്ന് വിളിക്കുന്നത്. എല്ലാ കേസിലും, രണ്ട് കേസിലും ഒരേ റിയാക്ഷൻ ആയിരിക്കില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഇപ്പോൾ ഈ ബോഡി വെറുതെ ഇരിക്കുമായിരുന്നുവെങ്കിൽ, അതായത് ഈ പുള്ളോ പുഷോ അതിനകത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഈ W തന്നെ വാല്യൂ തന്നെയായിരിക്കും റിയാക്ഷനായിട്ട് വരുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു പുഷും മറ്റേ ഫസ്റ്റ് കേസിൽ ഒരു പുള്ളും ഉള്ളതുകൊണ്ട് റിയാക്ഷൻ വാല്യൂ വിൽ ബി ഡിഫറെൻറ്റ് ഇൻ ബോത്ത് ദ കേസസ്. സോ ഇവിടെ വരുന്ന റിയാക്ഷനെ നമ്മൾ R2 എന്ന് വിളിച്ചു. നൗ റിസോൾവിങ് ദ ഫോഴ്സസ് ഹൊറിസോണ്ടലി എന്തൊക്കെ വരും? ടുവേർഡ്സ് റൈറ്റ് ആണ് F2. സോ F2 മൈനസ് 220 cos 30 is equal to 0. F2 മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. സോ F2 വാല്യൂ ഇസ് 190.53 ന്യൂട്ടൺ. നൗ റിസോൾവിങ് ദ ഫോഴ്സസ് വെർട്ടിക്കലി. വെർട്ടിക്കലി എന്തൊക്കെയാണുള്ളത്? W താഴോട്ടും R2 മുകളിലേക്കും, ഈ 220യുടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് താഴേക്കും. അപ്പോൾ അത് നോക്കിക്കേ, minus W plus R2 minus 220 sin 30 is equal to 0. Therefore, R2 is equal to W plus 220 sin 30. Or R2 is equal to W plus 220 sin 30 എന്ന് പറയുന്നത് 110 ആണ്. ഇനി ഇവിടെയും നമ്മൾ R2വിനെ മ്യൂവിൻ്റെ ടേംസിൽ കൊണ്ടുവരുന്നു. നമുക്കറിയാം F2 by R2 is equal to mu. Therefore, R2 is equal to F2 by mu. F2വിൻ്റെ വാല്യൂ നമുക്കറിയാം 190.53 എവിടെ നിന്ന് കിട്ടി? ഹൊറിസോണ്ടലായിട്ട് റിസോൾവ് ചെയ്തപ്പോൾ F2വിൻ്റെ വാല്യൂ കിട്ടിയിരുന്നു. സോ 190.53 by mu. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 190.53 by mu is equal to W by 110. Or 190.53 is equal to mu into W plus 110. That is equation number 2. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ, രണ്ട് അൺനോൺ ആയിട്ട് കിട്ടിയാൽ ഇക്വേഷൻ നമ്പർ 1ലും അൺനോൺ എന്ന് പറയുന്നത് മ്യൂവും ഡബ്ല്യുവും ആയിരുന്നു. ഇക്വേഷൻ നമ്പർ 2ലും അൺനോൺ എന്ന് പറയുന്നത് മ്യൂവും ഡബ്ല്യു ആണ്. അപ്പോൾ നമുക്കിതിനെ സോൾവ് ചെയ്തെടുക്കാം. ഞാൻ ഈ രീതിയിലാണ് സോൾവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ സോൾവ് ചെയ്തെടുക്കാം. സോ ഐ എം ഡിവൈഡിങ് 1/2. സോ 155.9 by 190.53 is equal to mu into W minus 90 divided by mu into W plus 110. mu ക്യാൻസൽ ആയി പോവും. മ്യൂ രണ്ട് കേസിലും സെയിം ആണ്, കാരണം സെയിം സർഫസും സെയിം ബോഡിയാണ്. അതുകൊണ്ട് മ്യൂ വാല്യൂ സർഫസിൻ്റെ ബേസിസിൽ, സർഫസിൻ്റെ റഫ്നെസ്സിൻ്റെ ബേസിലാണ് മ്യൂ വരുന്നത്. അതുകൊണ്ടാണ് കേസ് 1ലും കേസ് 2ലും മ്യൂ സെയിം ആയിട്ട് മ്യൂ എന്ന് തന്നെ നമ്മൾ വിളിച്ചത്. സോ ആ രണ്ട് മ്യൂവും ക്യാൻസലായി പോകും. അപ്പോൾ W മാത്രം അൺനോൺ ആയിട്ട് കിടക്കും. അതിൽ നിന്ന് നമുക്ക് W സോൾവ് ചെയ്തെടുക്കാം. 990.38 ന്യൂട്ടൺ. ഇനി ഈ വാല്യൂവിനെ കൊണ്ടുവന്ന് 1ലോ 2ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഞാനിവിടെ 2ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. 190.53 is equal to mu into 990.38 plus 110. That is mu value is equal to 0.173. mu എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, യൂണിറ്റ് ഇല്ല. സോ വാല്യൂ ഇസ് 0.173.